കേരളത്തിന്റെ വ്യാപാര ഭൂപടത്തിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന നഗരമാണ് കോഴിക്കോട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദശകങ്ങളായി തീപിടുത്തങ്ങളുടെ ഒരു പരമ്പര തന്നെ നഗരത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പാളയത്തെ പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനമായ ജയലക്ഷ്മി സിൽക്സിലുണ്ടായ വൻ തീപിടുത്തം നഗരത്തിന്റെ അഗ്നിസുരക്ഷാ സംവിധാനങ്ങളിലെ വെല്ലുവിളികളെയും നിയമലംഘനങ്ങളെയും വീണ്ടും ചർച്ചാ വിഷയമാക്കിയിരിക്കുകയാണ്. ഈ സംഭവത്തിൽ ഫയർ ഓഫീസർ സമർപ്പിച്ച റിപ്പോർട്ടിലെ കണ്ടെത്തലുകളും വ്യാപാരി സംഘടനകളുടെ ജില്ലാ പ്രതിഷേധവും നഗരവാസികളുടെ ആശങ്കകളും ഏറെ ഗൗരവകരമായ വസ്തുതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് കെട്ടിടത്തിനുള്ളിലെ അശാസ്ത്രീയമായ വസ്ത്ര സംഭരണമാണ്. സാധാരണഗതിയിൽ ഒരു കെട്ടിടത്തിന് അനുവദിക്കപ്പെട്ട സുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള സ്റ്റോക്ക് മാത്രമേ അവിടെ പാടുള്ളൂ. എന്നാൽ ജയലക്ഷ്മിയിലെ ഗോഡൌണിലും വിൽപ്പനശാലയിലും വസ്ത്രങ്ങൾ അമിതമായി കുത്തി നിറച്ച നിലയിലായിരുന്നുവെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. തീപിടുത്തം ഉടൻ തന്നെ ഉണ്ടായ കെട്ടിടത്തിലെ ആധുനിക അഗ്നിശമന സംവിധാനങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങിയത് ആശ്വാസകരമായ വസ്തുതയാണ്. എന്നാൽ വസ്ത്രങ്ങൾക്കിടയിൽ വായു സഞ്ചാരമില്ലാത്ത രീതിയിൽ അവ അടുക്കി വച്ചിരിക്കുന്നതിനാൽ വെള്ളം കൃത്യമായി തീയുടെ ഉറവിടത്തിലേക്ക് എത്തിയില്ല. പുറമേ കെട്ടടങ്ങിയെന്ന് തോന്നുമെങ്കിലും തുണികൾക്കിടയിൽ കനലുകൾ അവശേഷിക്കുകയും അത് വീണ്ടും ആളിപ്പടരുകയും ചെയ്തു. സുരക്ഷാ ഉപകരണങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചിട്ടും തീ അണയ്ക്കാൻ ഫയർഫോഴ്സിന് മണിക്കൂറുകളോളം പണിപ്പെടേണ്ടി വന്നത് ഈ അമിത സംഭരണം മൂലമാണെന്നും റിപ്പോർട്ടടക്കം വ്യക്തമാക്കുന്നുണ്ട്. അഗ്നിബാധയുടെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ വിപുലമായ അന്വേഷണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലാ ഫയർ ഓഫീസറുടെ റിപ്പോർട്ടിന് പുറകെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, കോഴിക്കോട് കോർപ്പറേഷൻ എന്നിവർ വെവ്വേറെ അന്വേഷണങ്ങൾ നടത്തുന്നുമുണ്ട്. ഷോർട്ട് സർക്യൂട്ട് ആണോ തീപിടുത്തത്തിന് കാരണമെന്ന് കണ്ടെത്താൻ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ വിവിധ പരിശോധനയും ഇന്ന് നടക്കും. കൂടാതെ അട്ടിമറി സാധ്യതകളോ മറ്റ് ബാഹ്യ ഇടപെടലുകളോ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തുന്നുണ്ട്.